ഇന്ന് നമ്മുടെ വീക്ക് 15 സൂം സെഷൻ ആണ്. നമ്മളൊരു 106 ഡേയ്സ് ഓഫ് EEP ആയിട്ടുണ്ട്. നമ്മൾ 106 ടാസ്കുകൾ ഇതിനകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് ഇംഗ്ലീഷ് ഇൻ ടു ഡെയിലി ലൈഫ് ആൻഡ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്. നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ്, നമ്മളെല്ലാവരും മലയാളികളാണ് അല്ലെ. ഡെയിലി ലൈഫിൽ ഫുൾ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ച് നടക്കാൻ പറ്റുന്നവരും അല്ല. കാരണം നമ്മുടെ വർക്ക് സ്പേസിലാവാം, നമ്മുടെ വീട്ടിലാവാം, എല്ലാം നമ്മൾ നമ്മുടെ മാതൃഭാഷ, നമ്മുടെ മലയാളമായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. സോ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഇംഗ്ലീഷിനെ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും, ഡെയിലി ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ അധികം ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. ഇംഗ്ലീഷ് പഠിച്ചാലും അത് യൂസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താവട്ടെ, വീട്ടിലാവട്ടെ ഒക്കെ മലയാളത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളുടെ ഈ ഒരു മലയാളത്തിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ ഈ ഒരു ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നൊരു സംഭവത്തെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഷാൽ വി ബിഗിൻ? സോ ഇന്നത്തെ ഈ ഒരു 1 hour സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി ഇംഗ്ലീഷ് ഇന്റഗ്രേഷൻ ടെക്നിക്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ് ഫോർ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. ദെൻ നമ്മളിപ്പോ എല്ലാ വീക്കും ഒരു ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അതിൽ റോൾ പ്ലേയിങ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് അബൌട്ട് ജേർണൽ റൈറ്റിംഗ്. ദെൻ ആസ് യൂഷ്വൽ ക്വസ്റ്റൻ ആൻസർ ആൻഡ് ഓപ്പൺ ഡിസ്കഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഡെയിലി ഇംഗ്ലീഷ് ഇന്റഗ്രേഷൻ ടെക്നിക്സ്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഈ ഒരു ഇംഗ്ലീഷ് നമ്മൾക്ക് ഒരു ഇംഗ്ലീഷ് ഇൻപുട്ട് ഡെയിലി ലൈഫിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് വാച്ച് മൂവീസ് ഇൻ ഇംഗ്ലീഷ്. അത് മൂവീസ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. യൂട്യൂബിൽ ചെറിയ എന്തെങ്കിലും ഒരു ഡെയിലി ഒരു മൂവി കാണുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് ഒരു മൂവി 2 hour അല്ലെങ്കിൽ ഒരു 1.5 hour മിനിമം ഉണ്ടാവും. സോ ഡെയിലി അത്രയും നേരം എല്ലാവർക്കും ഡിവോട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സോ മൂവീസ് ആവണം എന്നില്ല. ഇന്ന് നമ്മൾക്ക് എന്താണ്, ഷോർട്ട് ആയിട്ടുള്ള വെബ് സീരീസ് ഉണ്ടാവാം. ഡെയിലി 20 minutes അല്ലെങ്കിൽ 10 minutesന്റെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് കാണുക. തീരെ ഇംഗ്ലീഷ് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം വീഡിയോസ് തന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വെച്ച് കണ്ടു തുടങ്ങുക. പിന്നീട് ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് മാറുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? വാച്ച് മൂവീസ് ഇൻ ഇംഗ്ലീഷ്, മൂവീസ് തന്നെ ആവണം എന്നില്ല. തീരെ നിങ്ങൾ ആദ്യം ഒരു നോക്ക്, എന്നിട്ട് തീരെ ഒന്നും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളത്തിൽ നല്ല കൃത്യമായ സബ് ടൈറ്റിൽസ് ഉള്ള കൂടി ഇംഗ്ലീഷ് ആയിട്ട് കണക്ഷൻ വരും. പിന്നീട് ഇംഗ്ലീഷ് വീഡിയോ കാണാം. നെക്സ്റ്റ് വൺ ഇസ് ഇമേഴ്സ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ്. നിങ്ങൾ ന്യൂസ് കാണുക, വായിക്കുക, കാണുക. ന്യൂസ് പേപ്പേഴ്സും അതുപോലെ ഓക്കെ ഇംഗ്ലീഷ് ചാനൽസ് നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ NDTV, അൽ ജസീറ, BBC പോലെയുള്ള ഇന്റർനാഷണൽ ചാനൽസ് ഫോളോ ചെയ്യുക. നിങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ന്യൂസ് അറിയുമെന്ന് മാത്രമല്ല, സോ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ചാനൽസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഡെയിലി 2 minute 3 minute വീഡിയോസ് നിങ്ങളുടെ സ്ക്രോളിങ്ങിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് യൂട്യൂബിലായാലും എന്തിലെങ്കിലും 1 or 2 ഇന്റർനാഷണൽ ചാനൽസോ ഇന്റർനാഷണൽ ഇമ്മേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുകുക, നമ്മൾ മൊത്തമായിട്ട് മുഴുകി കാണുക എന്നുള്ള ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇമ്മേഴ്സ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ അത് മുഴുകുക. ഓക്കെ, ശരിക്കും ഇമ്മേഴ്സിന്റെ ലിറ്ററൽ മീനിങ് വരുന്നത് എന്തെങ്കിലും മുക്കിയെടുക്കുക എന്ന്, ഇമ്മേഴ്സ് ഇറ്റ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ മുക്കുക എന്നാണ് അർത്ഥം വരിക. ബട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ മുഴുകുക, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മുഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Okay, second one is start a vocabulary book of useful words. നമ്മൾ എല്ലാവരും ജീവിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ജോലികൾ വ്യത്യസ്തമാണ്, പഠിക്കുന്ന സബ്ജക്റ്റുകളും ഡിഫറെന്റ് ആണ്. സോ നമ്മളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഡിഫറെന്റ് ആണ്. സോ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വൊക്കാബുലറി, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആവണം എന്നില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വേർഡ്സ് നിങ്ങളുടെ ഒരു ഹാൻഡ് ബുക്ക് പോലെ ഉണ്ടാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് കാണുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും വേർഡ്സ് അറിയാത്തുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ന്യൂസ് ക്ലിപ്പ് കഴിയുമ്പോൾ തന്നെ അതിന്റെ മീനിങ്സ് മലയാളത്തിൽ തന്നെയോ ഇംഗ്ലീഷിൽ തന്നെയോ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് അതുപോലെ എഴുതി വെക്കുക. സോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഡിക്ഷണറി പോലെ സ്വന്തമായിട്ടൊരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കുക.
ഓക്കെ. ഇത് നിങ്ങളുടെ മറ്റുള്ളവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മലയാളത്തിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയിലൊന്നും തടസ്സമില്ലാത്ത കാര്യമാണ്. ദെൻ പിന്നെ വൊക്കാബുലറി ബുക്ക് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് ആലോചിക്കുക ഈ വാക്കിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്ത വാക്കുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഇംഗ്ലീഷ് വാക്കുകളും കണ്ടുപിടിക്കുക. അതുപോലെ ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കുക. ഈ 2 രീതിയിലും നിങ്ങൾക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. 4-മത്തതാണ് ഹാവ് കൺവെർസേഷൻസ് ഇൻ ഇംഗ്ലീഷ്. ഏതൊരു ഭാഷയും പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായി പഠിയുക അല്ലെങ്കിൽ ഒരു സ്പീക്കിംഗ് ലെവലിലേക്ക് കൃത്യമായി എത്താൻ കഴിയുക. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു കൺവെർസേഷന് പല മെത്തേഡ്സ് ഉണ്ട്. വീട്ടിൽ നിങ്ങളുടെ പാരന്റ്സോ അതോ നിങ്ങളുടെ മക്കളോ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ സംസാരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ തന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഇംഗ്ലീഷിൽ മാത്രം ചാറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ അതുപോലെ മറ്റൊന്നാണ് മിറർ ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ കണ്ണാടിയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു നോക്കുക. സോ വ്യത്യസ്ത രീതിയിൽ ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ. പിന്നെ ഉള്ളതാണ് പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. നിങ്ങൾ ഡെയിലി കൺവെർസേഷൻസ് ചെയ്യുകയും വൊക്കാബുലറി ബുക്ക് കീപ്പ് ചെയ്യുകയും ഇംഗ്ലീഷ് ന്യൂസ് കാണുകയും യൂട്യൂബിലോ നിങ്ങളുടെ മറ്റുള്ള സോഷ്യൽ മീഡിയാസിലോ ഇംഗ്ലീഷ് ചാനൽസ് നോക്കുന്നതും എല്ലാം നിങ്ങളുടെ ഒരു വേ ഓഫ് പ്രാക്ടീസിങ് ആണ് അല്ലെ. സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് പ്രാക്ടീസിങ് കീപ്പ് ചെയ്യുകയും ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു പ്രാക്ടീസ് ആണ് ഒരാളെ പെർഫെക്റ്റ് ആക്കുന്നത്. ദെൻ അടുത്തതാണ് ക്യൂരിയോസിറ്റി ഡസന്റ് ഓൾവേസ് കിൽ ദ കാറ്റ്. ഓക്കെ. ഈ ഒരു 6-മത്തെ ഈ ഒരു സംഗതി മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ക്യൂരിയോസിറ്റി ഡസന്റ് ഓൾവേസ് കിൽ ദ കാറ്റ്. അതിന്റെ മീനിങ് മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. Good evening, ma'am, പറഞ്ഞോളൂ. and good evening, my friends. Curiosity Good doesn't evening. always kill the cat. Actually, it means that curiosity means to know deep into something which you actually don't know what is happening. So, suppose ഒരു Yes, എക്സാമ്പിൾ exactly. Very പറയുകയാണെങ്കിൽ good. എന്തെങ്കിലും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം കണ്ടു, നമുക്കത് ഇൻഡെപ്ത് എന്താന്ന് അറിയില്ല, എന്നാൽ നമുക്കത് അറിയേം വേണം, നമുക്കത് എന്താ സംഭവിക്കണേ എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത എന്ന് തന്നെ പറയാം. അപ്പോ ഇറ്റ് ക്യാൻ ഈദർ ലീഡ് യു ടു എ ഡേഞ്ചർ സിറ്റുവേഷൻ ഓർ ഇറ്റ് ക്യാൻ ബി ഫോർ എ ഗുഡ് തിങ്. അപ്പൊ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് മെന്റ് ബൈ സേയിങ് ഇറ്റ് ഡസന്റ് ഓൾവേസ് കിൽ ദ കാറ്റ്. ആണ്. യെസ്, വെരി ഗുഡ്. ആൻഡ് എനിക്ക് പേരൊന്ന് കറക്റ്റ് പറഞ്ഞു, പ്രൊനൗൺസിയേഷൻ എന്താണെന്ന്? ആയത്ത ഷഫീഖ്. ആയത്ത. ഓക്കെ. ഞാൻ 2-3 പ്രാവശ്യം ഇപ്പൊ ബൈ മിസ്റ്റേക്ക് ഐഷ എന്നായിരുന്നു പറഞ്ഞത്. Yeah, you have been calling me Aisha. Okay, Yes, give a no good problem. clap for Aisha. Thank you, ma'am. Okay, thank you Aisha, and that was a good explanation. Very good. Okay. Thank you. ഓക്കെ, അതൊരു നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു അല്ലെ. കാരണം ഇംഗ്ലീഷിലുള്ള ഒരു കോമൺ സേയിങ് ആണ് ക്യൂരിയോസിറ്റി കിൽ ദ കാറ്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കിൽഡ് ദ കാറ്റ്. അതായത് നമ്മളുടെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ പറഞ്ഞ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ സംഭവങ്ങളെ നശിപ്പിക്കും എന്നുള്ള ഒരു സേയിങ് ഉണ്ട്. സോ ഇവിടെ എന്താണ് പറയുന്നത്? ക്യൂരിയോസിറ്റി ഡസന്റ് ഓൾവേസ് കിൽ ദ കാറ്റ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും സംഭവങ്ങൾ നശിപ്പിച്ചു കൊള്ളണം എന്നില്ല, മറിച്ച് നമ്മളുടെ ഇംപ്രൂവ്മെന്റിന് കാരണമാവാം. സോ അറിയാത്തതിലേക്ക് കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അത് ഞാൻ ഒരു ഡിഫറെന്റ് രീതിയിൽ ഫ്രെയിം ചെയ്ത് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ. സോ ഫൈനൽ വൺ ഇസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഹാവ് ഫൺ വൈൽ യു ലേൺ. ഐ തിങ്ക് 6th വണ്ണിന്റെ നിങ്ങൾ കേട്ടായിരുന്നു, ഞാൻ ഒന്നും കൂടെ പറയാം. 6th വൺ ഇത്രയേ ഉള്ളൂ. ഇംഗ്ലീഷിലുള്ള ഒരു കോമൺ സേയിങ് ആണ് ക്യൂരിയോസിറ്റി ഓൾവേസ് കിൽ ദ കാറ്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കിൽഡ് ദ കാറ്റ് എന്നത് ഇംഗ്ലീഷിലുള്ള ഒരു സേയിങ് ആണ്. അതിന്റെ അർത്ഥം ഇപ്പൊ ആയത്ത് പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ഉള്ളിലെ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ജിജ്ഞാസ പലപ്പോഴും പലതിനെയും നശിപ്പിക്കുമെന്ന്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾവേസ് നോട്ട് നെസസറി. ക്യൂരിയോസിറ്റി എപ്പോഴും സംഭവങ്ങൾ നശിപ്പിച്ചോളണം എന്നില്ല. അത് നമ്മൾക്ക് സഹായകമായിട്ടുള്ള രീതിയിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് ഇംപ്രൊവൈസ് ചെയ്യാനും നമ്മുടെ ക്യൂരിയോസിറ്റി ഹെൽപ്പ് ചെയ്യും. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് അറിവില്ലാത്തതിലേക്ക് ആഴ്ന്നിറങ്ങി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതിനെയാണ് കേട്ടോ ഇവിടെ ക്യൂരിയോസിറ്റി എന്നതുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ 7th വൺ ഇസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഹാവ് ഫൺ വൈൽ യു ലേൺ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പഠിക്കുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനും കുറച്ചും കൂടെ ഫൺ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്? ഒന്നാണ് നിങ്ങൾക്ക് ഓൺലൈൻ ഗെയിംസ് കളിക്കാൻ പറ്റും.
എനിക്ക് കുറച്ച് ടെക്നിക്സ് നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരുമോ? നമ്മളുടെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ്ങും ഇൻട്രസ്റ്റിങ്ങും കുറച്ചും കൂടി ഒരു ഫൺ ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും? വീക്ക്ലി വൺസ് മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ ഒരു സെഷൻ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസം നമ്മൾ ഇത് എങ്ങനെ കുറച്ചും കൂടെ എൻഗേജിങ് ആക്കും? വേർഡ് പസിൽസ് കളിക്കാം. നിങ്ങൾക്ക് ഓൺലൈൻ അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേർഡ് പസിൽസ് കളിക്കാം, ക്വിസ് കളിക്കാം. സോ നിങ്ങൾക്ക് അപ്പൊ തന്നെ സ്കോർ കിട്ടുന്ന ക്വിസ് ഉണ്ട്. ഫസ്റ്റ് ഡേ കളിക്കുമ്പോൾ ചിലപ്പോൾ 0 on 10 ആയിരിക്കാം. ചിലപ്പോൾ ഒരു 3 days കഴിഞ്ഞ് കളിക്കുമ്പോൾ യു മേ ഗെറ്റ് 3 on 10, പിന്നെ 7 on 10 ആവാം. സോ നിങ്ങൾക്ക് തന്നെ ഇംപ്രൂവ്മെന്റ് മനസ്സിലാക്കാം. സോ ഗെയിംസ് കളിക്കുക, വേർഡ് പസിൽസ് കളിക്കുക, ഓക്കെ, ക്വിസുകൾ കളിക്കുക. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇതിലേക്ക് ഒരു ഫൺ എലമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ ഗെയിംസ് പ്രിഫർ ചെയ്യുക എന്നതായിരിക്കും. അതുപോലെ കോമിക് സ്റ്റോറി ബുക്സ്, ഓക്കെ, നമ്മുടെ ബാലരമയുടെ ഒക്കെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. നമ്മുടെ കളിക്കുടുക്കയുടെ ഒരു ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ മാജിക് പോട്ട് എന്ന് പറയാം. അത്തരത്തിലുള്ള ഇംഗ്ലീഷ് കാർട്ടൂൺ കഥകളിലേക്കൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇതൊക്കെയാണ് ടിപ്സ്. ഇനി ഇത് എങ്ങനെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും? ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ന്യൂസ് പറഞ്ഞിരുന്നു അല്ലെ, അല്ലെങ്കിൽ ന്യൂസ്, മൂവി വാച്ച് ചെയ്യുക. അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ലിസൺ ചെയ്യുക എന്നതാണ്. ലാംഗ്വേജ് കൃത്യമായി ലിസൺ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ റീഡ്. നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക. ഉറക്കെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കൂടെ ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ചില വേർഡ്സ് നമ്മളിങ്ങനെ നോക്കുമ്പോ ഓക്കെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ വായിക്കുമ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ പുറത്തേക്ക് അതൊരു വേർഡ് ആയിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സോ പരമാവധി ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ബുക്സ് നിങ്ങൾ നിങ്ങളുടെ ലെവലും ഇൻട്രസ്റ്റും അനുസരിച്ച് ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ നെറ്റിൽ നിന്ന് എടുത്ത് വായിക്കാം. അത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ അതിൽ തന്നെ വായിച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിലേക്കും കൂടുതൽ ഇൻസൈറ്റ് കിട്ടും, അതുപോലെ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിലേക്കും കൂടുതൽ നോളജ് കിട്ടും. തേർഡ് വൺ ഇസ് എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി. എക്സ്പാൻഡ് യുവർ വൊക്കാബുലറിക്ക് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്മളുടെ സ്വന്തമായിട്ടൊരു വൊക്കാബുലറി ബുക്ക് കീപ്പപ്പ് ചെയ്യുക. ആ ഒരിക്കൽ നോക്കിയ വാക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവ്യൂ ചെയ്യണം. ഒരു വാക്ക് നോക്കിയിരുന്നില്ല, അതുകൊണ്ടാണ് ഒരു ബുക്ക് കീപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന്റെ ഇടയിലോ നിങ്ങൾക്ക് അറിയാത്ത വാക്കുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഇപ്പൊ തന്നെ ഫോണിൽ സെർച്ച് ചെയ്യുന്നതുണ്ടാവും, പക്ഷേ നിങ്ങൾ അത് മറക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വൊക്കാബുലറി ബുക്ക് കീപ്പപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചു നോക്കുമ്പോൾ വേർഡ്സ് വീണ്ടും വീണ്ടും കാണുകയും അത് മറക്കാതിരിക്കുകയും ചെയ്യും. ദെൻ ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു കാര്യം പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇപ്പോ നമ്മൾ പറയുന്നു READ, റീഡ് എന്ന വേർഡിന്റെ പാസ്റ്റും സ്പെല്ലിംഗ് READ എന്ന് തന്നെയാണ്. പക്ഷെ അത് വായിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. റീഡ് എന്നതിന്റെ പാസ്റ്റ് റെഡ് എന്നാണ്, പക്ഷെ സ്പെല്ലിംഗ് സെയിം ആണ്. സോ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ ഏത് വേർഡ് അടിച്ചാലും നിങ്ങൾക്ക് അതിന്റെയും പ്രൊനൗൺസിയേഷൻ കിട്ടും. ഓക്കെ, ദെൻ പിന്നെ ഉള്ളതാണ് ടോക്ക് ടു യുവർ സെൽഫ്. ദാറ്റ് ഇസ് നമ്മൾ മിറർ ടോക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ നമ്മളോട് തന്നെ ഒന്ന് വേർഡ്സിലേക്ക് ആക്കി നോക്കുക. പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്കത് ഇംഗ്ലീഷിൽ ഉള്ളിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് പുറത്തേക്ക് വേർഡ്സ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഉള്ളിൽ വരുന്ന ഓരോ ഐഡിയാസും തോട്ട്സും സ്വന്തമായിട്ട് തന്നെ സംസാരിക്കുക. പിന്നെ ഉള്ള ഒരു വെരി ഗുഡ് ടെക്നിക്കാണ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് പറയുന്നതാവട്ടെ, ഐഡിയാസ് പറയുന്നതാവട്ടെ, അല്ലെങ്കിൽ ഡെയിലി ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു 1 minute അല്ലെങ്കിൽ 2 minutes സംസാരിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത് ലിസൺ ബാക്ക്, നിങ്ങൾ തിരിച്ചു കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തോ ഒരു തെറ്റുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തിലാണ് ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടത്. വോയിസ് ടോണിലാണോ, മോഡുലേഷനിലാണോ, ഗ്രാമറിലാണോ, പ്രൊനൗൺസിയേഷനിലാണോ, ഓക്കെ. സോ എന്തിലാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടും. പിന്നെ ഉള്ളത് അറ്റൻഡ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഓർ ട്യൂട്ടറിംഗ് സെഷൻസ്. അത് നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. EEP ഇത് ഇംഗ്ലീഷ് ക്ലാസ് സെഷൻ അല്ലെ. അതുപോലെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു വഴിയാണ് ഡുവോലിങ്കോ. ഇറ്റ്സ് ആപ്പ്, ലാംഗ്വേജസ് പഠിക്കാനുള്ള ഒരു ആപ്പാണ്. ഓക്കെ, ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും, എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഡുവോലിങ്കോവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടും ഇല്ല, മറ്റുള്ളവർ പറയുന്ന റിവ്യൂസ് കേട്ടിട്ട് ഞാൻ പറഞ്ഞതാണ്.
ദെൻ മറ്റൊന്നാണ് യൂസ് ഗ്രാമർ റിസോഴ്സസ്. ഗ്രാമർ റിസോഴ്സസിനും നിങ്ങൾക്ക് ഓൺലൈൻ ടൂൾസ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ക്വിസസ് ഓൺ ഗ്രാമർ എന്നടിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ ക്വിസ് എന്നടിച്ചാൽ അനവധി ക്വിസുകൾ നിങ്ങൾക്ക് കിട്ടും. സോ പ്രാക്ടീസ് ഇറ്റ്. പിന്നെ ഏറ്റവും ഇതിനെല്ലാം ഉപരി നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. മുഴുവനായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം കോൺഫിഡന്റ് ആയി സംസാരിക്കുക എന്നൊരു സംഗതി ഇല്ല. നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് മാക്സിമം എന്താണ്, ഒരു ഭാഷ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. അതിൽ ചെറിയ കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ടാവും. കോൺഫിഡന്റ് ആയിട്ട് സ്പീക്ക് ചെയ്യുക. തെറ്റോ എന്ന് പേടിച്ച് സ്പീക്ക് ചെയ്താൽ തന്നെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ ഓക്കെ ചാറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഷൻസിലൊക്കെ അധികവും നോക്കിയിരുന്നത് ഗ്രാമറും ടെൻസസും ആയിരുന്നു. ഓക്കെ, സോ ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാത്തവരാണ് എങ്കിൽ പ്ലീസ് നമ്മുടെ ഏർലിയർ സെഷൻസ്, ഇതിപ്പോ 15th സെഷൻ ആയില്ലേ, നമ്മുടെ ഒരു വീക്ക് ഒരു 5, 6, 7 ഒക്കെ അധികവും ഗ്രാമർ ആയിരുന്നു. നമ്മൾ ടെൻസസും ഗ്രാമർ ഒക്കെ നോക്കിയിരുന്നു. ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചുപോയി ആ ക്ലാസ്സസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ്, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഗ്രാമർ ക്വിസസ് അടിക്കുക, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഇനി വരുന്ന ടാസ്കുകളിൽ ഞാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ക്വിസിന്റെ ലിങ്ക് അയക്കാനോ അല്ലെങ്കിൽ ക്വിസ് ഫോം ചെയ്ത് അയക്കാനോ ഒക്കെ ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾക്ക് അത്തരത്തിലുള്ള കുറച്ചും കൂടെ ഒരു കോമ്പറ്റീറ്റീവ് ആയ രീതിയിലേക്ക് നമുക്ക് നോക്കാം. ക്ലാസ്സസ് ആപ്പിലല്ല, യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ മെന്ററുമായി കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സസിന്റെ ലിങ്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിഫ്ലെക്റ്റീവ് പ്രാക്ടീസസ് ഫോർ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്. ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്ലെക്റ്റീവ് പ്രാക്ടീസസ്, അതായത് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾക്ക് തന്നെ മനസ്സിലാക്കുക എന്നാണ്. നമ്മൾ റിഫ്ലെക്റ്റീവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിഫ്ലെക്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് റിഫ്ലെക്റ്റീവ് ജേർണലിംഗ് ആണ്. ഓക്കെ, ജേർണലിംഗ് എന്താണെന്ന് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ജേർണലിംഗ് എന്താണ്, നമ്മൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഈവെന്റ്സ്, കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്സ് എല്ലാം എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ റിഫ്ലെക്റ്റീവ് പ്രാക്ടീസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് റിഫ്ലെക്റ്റീവ് ജേർണലിംഗ് ആണ്. ഓക്കെ, ജേർണലിംഗും റിഫ്ലെക്റ്റീവ് ജേർണലിംഗും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. റിഫ്ലെക്റ്റീവ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഡെയിലി ലേണിങ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് എന്നല്ല കേട്ടോ. അതല്ലാതെ നമ്മൾ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും പല സിറ്റുവേഷൻസിലൂടെയും പഠിക്കുന്നില്ലേ, ആ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത്. നോ, ഡയറി ആൻഡ് ജേർണലിംഗ് ഇസ് ഡിഫറെന്റ്. ഡയറി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡെയിലി ലൈഫിൽ എന്നും ജേർണലിംഗ് ഡെയിലി ചെയ്തുകൊള്ളണം എന്നില്ല, ബട്ട് ജേർണലിംഗ് ഇസ് എ വെരി ഗുഡ് തിങ് ടു ഡു ഡെയിലി. ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മോർണിംഗ് ടു നൈറ്റ് ഉള്ള എല്ലാ ഈവന്റ്സിനെയും നോട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഡയറി. പക്ഷേ ജേർണലിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ജേർണലിംഗ് എന്താണ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഈവന്റ് മാത്രം, അല്ലെങ്കിൽ ഓരോ ദിവസത്തെ നമ്മുടെ ടു ഡു ലിസ്റ്റുകൾ, നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ് മാത്രമൊക്കെ ആയിരിക്കും നമ്മൾ ജേർണലിംഗിൽ ചെയ്യുക. ഡയറി നമ്മൾ വളരെ വലിച്ചു നീട്ടി, ഞാൻ രാവിലെ ഇത്ര മണിക്ക് എണീറ്റു, ഉച്ചയ്ക്ക് ഈ സമയത്ത് ഞാൻ പുറത്തു പോയി, അങ്ങനെ എഴുതുന്നതാണ് ഡയറി. ബട്ട് ജേർണലിംഗ് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഐഫോൺ ഓപ്പോ A12 എന്നുള്ള പേര് മാറ്റി നിങ്ങളുടെ പേരാക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതെന്താണ് ഓപ്പോ A12 എന്നൊക്കെ എനിക്ക് വിളിക്കാൻ ഒരു സുഖമില്ല. ഓക്കെ ഓക്കെ, സോ റിഫ്ലെക്റ്റീവ് ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഓക്കെ, ജേർണലിംഗ് എന്താണ് എന്ന് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ജേർണലിംഗിന്റെ വർക്ക്ഷോപ്പ് ആണ് ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ഉള്ളത്. സോ ജേർണലിംഗ് എന്താണ് എന്ന് കൃത്യമായിട്ട് അപ്പൊ പറയാം. ഈ ഒരു റിഫ്ലെക്റ്റീവ് ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഉണ്ടാവുന്ന ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സെൽഫ് റിഫ്ലക്ഷൻ. നമ്മൾ എഴുതുന്നതിലൂടെ നമ്മൾ ഡെയിലി, ആൻഡ് വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ജേർണലിംഗ്, ഐ സജസ്റ്റ് എവ്രി വൺ ടു സ്റ്റാർട്ട് ജേർണലിംഗ്. എല്ലാവരും ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 2024 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു പേരിൽ നിങ്ങളൊക്കെ ഒരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഗുഡ്. ഡെയിലി ഒരുപാടൊന്നും എഴുതണ്ട, ഒരു 4-5 ലൈൻസ് എഴുതുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാവും. നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും. നമ്മൾ എന്താണ് എന്നും, നമ്മുടെ ഫീലിങ്സ് എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള, നമ്മുടെ റിലേഷൻഷിപ്സിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ റിഫ്ലക്ഷൻ തരുന്നതിനോടെ ഒപ്പം തന്നെ എന്താണ്,
നമ്മളുടെ ലാംഗ്വേജിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു റിഫ്ലക്ഷൻ കൂടെ നമുക്ക് ജേർണലിങ്ങിൽ നിന്ന് കിട്ടും. ഒരുപാട് റിഫ്ലക്റ്റീവ് പ്രാക്ടീസുകൾ ഉണ്ട്. അതിലൊരു വളരെ നല്ല പ്രാക്ടീസ് ആണ് കേട്ടോ ഈ ജേർണൽ. അതുകൊണ്ടാണ് നമ്മൾ ജേർണലിംഗ് ഫോക്കസ് ചെയ്ത് പറയുന്നത്. രാകേഷ് ഹൗ ടു സ്റ്റാർട്ട് എന്നുള്ളത് ഞാൻ അടുത്ത സെഷൻ, ദാറ്റ് ഇസ് ഇതിന്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഞാൻ ഈ ഒരു ജേർണലിംഗ് എങ്ങനെ കൃത്യമായി ചെയ്യാം എന്ന് പറഞ്ഞുതരാം. അപ്പൊ പറയാം കേട്ടോ. അതിന് മുമ്പ് ഈ ഒരു ജേർണലിംഗ് കൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഈ ജേർണലിംഗ് ചെയ്യാൻ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആദ്യം ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. രണ്ടാമത്തത് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഒരു ജേർണലിൽ എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, ഓക്കെ, ജേർണലിൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇമാജിൻ ചെയ്തൊക്കെ എഴുതും. സോ നമ്മൾ ഇത്രയും കാലം എന്ത് പഠിച്ചു, ഇനി എത്ര പഠിക്കാനുണ്ട്, ഓൾസോ നമ്മൾ ഇന്ന് എന്റെ ലൈഫിൽ നടന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്, ഇതെങ്ങനെ എഴുതണം എന്ന രീതിയിൽ ഒരുപാട് തിങ്കിങ് ഹാപ്പൻ ചെയ്യും നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് വർദ്ധിക്കും. മൂന്നാമത്തത് ഒബ്വിയസ്ലി നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. നമ്മൾ ആദ്യം എഴുതിയത് ഇത് വായിച്ചിരിക്കുമ്പോൾ ഇതൊരു സുഖമില്ലല്ലോ, നെക്സ്റ്റ് ഡേ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാൻ തോന്നും. പിന്നത്തെ ദിവസം വിചാരിക്കും കുറച്ചും കൂടെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് എഴുതാം. ഇപ്പൊ നോക്കിയേ, ഞാൻ ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടായില്ലേ, എന്താ, ക്യൂരിയോസിറ്റി ഡസന്റ് ഓൾവേസ് കിൽ ദ കാറ്റ്. അതെനിക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് നേരെ മറിച്ച് എന്താണ്, ട്രൈ ടു ലേൺ ന്യൂ തിങ്സ് ദാറ്റ് യു ഡു നോട്ട് നോ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതിയായിരുന്നു. ബട്ട് എന്താണ്, അതിനൊന്ന് റീഫ്രേസ് ചെയ്തതായിരുന്നു ഞാൻ. അപ്പൊ എന്താണ്, നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിപ്പിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള പുതിയ ഫ്രേസസും ഇഡിയംസും നമുക്കറിയാത്ത വേർഡ്സും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത്, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓർഗനൈസേഷൻ. നമ്മൾ ഓർഗനൈസ്ഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ജേർണലിംഗിൽ എന്താണ്, നമ്മൾക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജേർണൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. സോ എന്താണ്, നമ്മുടെ ലൈഫിനെ തന്നെ അതൊന്ന് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടി സഹായിക്കും. അതോടൊപ്പം എന്താണ്, നമ്മളൊരു ഇൻസിഡന്റ് എഴുതുമ്പോൾ ആ ഇൻസിഡന്റും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതാൻ അത് സഹായിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല് ഇന്ററാക്ഷൻ ഏത് രീതിയിലാണ്, ദാറ്റ് ഇസ് നമ്മൾ നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ജേർണലിംഗ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കും. നമ്മൾ നമ്മളുടെ എബിലിറ്റീസ് എന്താണ്, നമ്മളുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, നമ്മൾ ഒരാളോട് ചൂടായെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അയാളോട് ചൂടായത്, ചിലപ്പോൾ അയാൾക്കുള്ള എന്താണ്, അയാളുടെ ഒരു കുറവിനെ അയാൾക്കൊരു കുറവുണ്ടായിരിക്കാം, ആ കുറവ് കാരണം ഞാൻ അയാളുടെ അടുത്ത് ചൂടാവരുതായിരുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് ജേർണലിംഗിലൂടെ കിട്ടും. സോ അതിലൂടെ എന്താണ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ബെറ്റർ ആക്കാൻ സാധിക്കും. ഫൈനൽ വൺ ഇസ് മോട്ടിവേഷൻ. റിഫ്ലക്റ്റീവ് ജേർണലിംഗ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് മോട്ടിവേഷൻ. കാരണം ഈ ജേർണലിംഗും മോട്ടിവേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാല്, ജേർണലിംഗിൽ നമ്മൾ അധികവും ഫോക്കസ് ചെയ്യാൻ എന്താണ്, ഫ്യൂച്ചറിൽ എനിക്ക് ഇന്നതൊക്കെ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇംപ്രൂവ്മെന്റ്സ് വേണം എന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ജേർണലിംഗിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ എന്താണ്, നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട്, കാരണം എന്താണ്, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി കാണുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ആലോചിക്കും, ഓക്കെ അടുത്ത മാസം ആകുമ്പോഴേക്കും ഇത്രയും ഒരു ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും എനിക്ക് ഇത്രയും വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതും, മറിച്ച് ഈ ജേർണൽ എന്ന് പറയുന്നത് വെറുതെ പീസസ് ഓഫ് പേപ്പറിൽ എഴുതി വെക്കുന്ന സാധനമല്ല കേട്ടോ. അതിന് കൃത്യമായ ഒരു ബുക്ക് സൂക്ഷിക്കുക. ഓക്കെ, നമുക്ക് ജേർണൽ ഡയറീസ് എന്ന് പറഞ്ഞ് തന്നെ കിട്ടും. ഇങ്ങനെ പറ്റാത്തവരാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഒന്ന് ജേർണൽ ആയിട്ട് വെച്ചാലും മതി. അതിന് അതിൻ്റെതായ ഒരു റെസ്പെക്ട് കൊടുത്ത് കീപ്പപ്പ് ചെയ്യുക. ഓക്കെ, ആൻഡ് ജേർണൽ വളരെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതെല്ലാവരും എടുത്ത് കാണിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങളുടെ ഒരു സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണത്. സോ അതിൽ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. സോ അതിൽ എഴുതുന്ന വാക്കുകളും കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം മാത്രം എഴുതുക. ഓക്കെ, സോ റിഫ്ലക്റ്റീവ് ജേർണലിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഈ മിറർ ടോക്കിംഗ് ഒക്കെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആണ്. പക്ഷെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസുകളിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് റിഫ്ലക്റ്റീവ് ജേർണലിംഗ്. അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഇന്ററാക്റ്റീവ് സെഷൻ ടൈം ആണ്. നമ്മളിപ്പോ ഒരു ലാസ്റ്റ് ഒരു 3-4 ക്ലാസ്സസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാറില്ലേ. ലാസ്റ്റ് വീക്ക് ഒന്നും നമുക്ക് എല്ലാവർക്കും ഒരുപാട് പേര് സ്പീക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ലായിരുന്നു അല്ലെ. ഓക്കെ, ക്വിക്ക് ആയിട്ട് നമുക്കൊരു റോൾ പ്ലേ എന്താണെന്ന് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നമ്മള് എന്താണ്,
ഇമാജിൻ ചെയ്ത് ഇവിടെ ഒരു കൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കേട്ടോ റോൾ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റുഡന്റ് ആണെന്നും നിങ്ങൾ ടീച്ചർ ആണെന്നും വിചാരിച്ച് സംസാരിക്കുക, ഞാൻ ഹോട്ടൽ വെയിറ്റർ ആണെന്നും നിങ്ങൾ കസ്റ്റമർ ആണെന്നും വിചാരിച്ച് സംസാരിക്കുക എന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺവെർസേഷൻസിനെയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു റോൾ ഇമാജിൻ ചെയ്ത് ആ റോളിൽ പ്ലേ ചെയ്യുക. ഓക്കെ, ഷാൽ വി ബിഗിൻ? ഇപ്പൊ ഞാൻ കൃത്യമായ ഗൈഡ് ലൈൻസ് തന്നതിന് ശേഷം മാത്രം ആൻസർ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഓർഡറിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറന്റ്. ഓക്കെ, സോ നിങ്ങൾ അയക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് ചാറ്റ് ബോക്സിൽ ഞാനിപ്പോ ഇട്ട് തരാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഇട്ട് തരിക. ഞാൻ എന്താ ചാറ്റ് ബോക്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്കൊരു മിനിമം, ഇത് മിനിമം ആണ്, മിനിമം 4 ലൈൻ വേണം. അതായത് 2 conversations from waiter and 2 conversations from your part. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് വെയിറ്റർ വരുന്നു, കസ്റ്റമറോട് ചോദിക്കുകയാണ് ഹൗ കെൻ ഐ ഹെൽപ്പ് യു. സോ കസ്റ്റമർ തിരിച്ചു ചോദിക്കുകയാണ് കെൻ ഐ പ്ലീസ് ഗെറ്റ് ദ മെനു. വെയിറ്റർ പറയാണ് ഷുവർ സർ, ആൻഡ് കസ്റ്റമർ മെനു നോക്കിയിട്ട് ഐ വുഡ് ലൈക്ക് ടു ഓർഡർ സോ ആൻഡ് സോ എന്ന് പറയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഫുഡ് ഓർഡറിംഗ് മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നി, ഫുഡ് പൊട്ടിയായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഹോട്ടൽ മാനേജർ വിളിച്ച് സംസാരിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒരു 4 ലൈൻ മിനിമം ഉള്ള ഇങ്ങനെ ഒരു കൺവെർസേഷൻ എനിക്ക് ചാറ്റ് ബോക്സിൽ അയക്കുക. ഓക്കെ, യു കെൻ സ്റ്റാർട്ട്. ഇവിടെ ചെറിയൊരു ടിപ്പ് കൊടുത്തിട്ടുണ്ട് താഴെ, ദാറ്റ് ഇസ് ഫോക്കസ് ഓൺ യൂസിങ് നാച്ചുറൽ കൺവെർസേഷണൽ ഇംഗ്ലീഷ്. നമ്മൾ എഴുതുമ്പോൾ ഉള്ളതും സ്പീക്ക് ചെയ്യുമ്പോൾ ഉള്ളതും ഡിഫറെന്റ് അല്ലേ? സോ കുറച്ചും കൂടി ഒരു കൺവെർസേഷണൽ നാച്ചുറൽ ടൂൺ യൂസ് ചെയ്യാം കേട്ടോ. സഞ്ജയ്, ഇങ്ങനെയല്ല, ഞാൻ അയച്ച ആ ഒരു മോഡലിലാണ് എനിക്ക് കിട്ടേണ്ടത്. ഞാൻ അയച്ചത് ആക്ച്വലി ഐ വുഡ് ലൈക്ക് ടു ഓർഡർ എന്ന് പറഞ്ഞ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരുന്നില്ല അത്. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഞാൻ അങ്ങനെ ഒരു മോഡൽ അയച്ചു തന്നത് നിങ്ങളുടെ റോൾ പ്ലേ, അതായത് നമുക്കിവിടെ ഒരു റോൾ പ്ലേ കളിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി. ഞാനിപ്പോ നിങ്ങളുടെ വോയിസ് അൺമ്യൂട്ട് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കല്ലേ എന്നോട് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവർക്കും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു മോഡൽ അയച്ചത്. കൺവെർസേഷൻ നടക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട്. യെസ്, സഞ്ജയ് പ്ലീസ് സഞ്ജയ് മനസ്സിലാക്കിയ ചെറിയൊരു പ്രശ്നം വന്നതാണ്. ഞാൻ അയച്ചതും താഴെ സന്ദീപും ആയത്തെയൊക്കെ അയച്ചതും ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ അയക്കൂട്ടോ സഞ്ജയ്. സഞ്ജയ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സെന്റൻസ് കറക്റ്റ് ആണേ. ഹായ് ശില്പ, ഹൗ ആർ യു? ഓ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഐ എം ഗുഡ്. ഹൗ അബൌട്ട് യു? ഐ എം ഡൂയിങ് ഗുഡ്. ഇറ്റ്സ് ബീൻ ലോങ്. We've met since our school days. Okay. We've met since our school days എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രേസിംഗ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബീൻ ലോങ് സിൻസ് വീവ് മെറ്റ്. നമ്മൾ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട്, ഇറ്റ്സ് ബീൻ ലോങ് സിൻസ് വീവ് മെറ്റ്. ഓക്കെ, the last time we saw was in our school എന്ന് പിന്നെ ഒരു സെന്റൻസ് ആയിട്ട് പറയുന്നതാവും ബെറ്റർ. ഇറ്റ്സ് ബീൻ ലോങ് വീവ് മെറ്റ് സിൻസ് our school days. അത് കറക്റ്റ് തന്നെയാണ്, തെറ്റുണ്ട് എന്നല്ല പറഞ്ഞത്. ഞാൻ അതിനെ ഒന്നും കൂടെ റീഫ്രേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വേയിലും കൂടി അത് പറയാമെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. Shall we go for a coffee? Okay, good, Ayata. Actually, Ayata ഇപ്പൊ അയച്ചത് കാഷ്വൽ കൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട് ആയിരുന്നു. ബട്ട് നമ്മളിപ്പോ നോക്കുന്നത് ഫസ്റ്റ് വൺ ആണ്, ഓർഡറിംഗ് ഫുഡ് ഇൻ എ റെസ്റ്റോറന്റ്. എന്നിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. It's okay. Then Sandeep, wait. Good evening. Is everything okay with your meal? So actually, there's a mix-up. I ordered paneer tikka but got chicken tikka. Apologies for that. I'll bring you paneer tikka right away. Need anything else? Paneer tikka is fine. Just some extra mint chutney, please. Wait, certainly. I'm sorry for the mistake. It will be sorted out. Very good, Sandeep. Very good. Okay. ഇത് ഇങ്ങനെ ഒരു സംഭവം ഫ്രെയിം ചെയ്യാൻ പറ്റാത്തവർ ചാറ്റ് ബോക്സിൽ വന്നേക്കുന്ന മെസ്സേജസ് ഒന്ന് നോക്കൂ കേട്ടോ. Waiter, are you ready to order, sir? Yes, we would like to order fried rice and chili chicken for 2 persons. 2 persons എന്ന് പറയില്ല കേട്ടോ. പേഴ്സൺ എന്നതിന്റെ സ്വപ്നം ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. പേഴ്സൺ എന്നതിന്റെ പ്ലൂറൽ ആണ് പീപ്പിൾ. സോ 2 people എന്നാണ് കേട്ടോ പറയാ. പേഴ്സൺസ് എന്നൊരു വേർഡ് ഇല്ല. പേഴ്സൺ എന്ന വേർഡിന്റെ പ്ലൂറൽ പീപ്പിൾ എന്നാണ്. അതുപോലെ തന്നെ പീപ്പിൾസ് എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം പീപ്പിൾ എന്ന വേർഡ് തന്നെ പ്ലൂറൽ ആണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുടെയും ഷമ്മാസ് അയച്ചിട്ടുണ്ട്. ദെൻ അൽതാഫ്, കവിത, അർഫാദ്, ജെയ്സൺ, അനൂപ്, ഷഹ്ന, സജിത്, സോഫിയ, പ്രണവ്, രാകേഷ്. ഐ എം വെരി ഹാപ്പി, കാരണം മുമ്പ് എനിക്ക് കിട്ടിയിരുന്ന റെസ്പോൺസുകളേക്കാൾ കൂടുതൽ റെസ്പോൺസുകൾ ഇന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്.
What do you want, sir? I would like to order pizza with chicken fills. Okay, very good. Thank you. Thank you so much. Okay. Okay, ആദ്യത്തെ അത് കറക്റ്റ് ചെയ്ത് വീണ്ടും അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഫൈൻ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇനി ഈ ഒരു ഫസ്റ്റ് വൺ നിർത്തിക്കോളൂ. നെക്സ്റ്റ് ഇസ് എ ജോബ് ഇന്റർവ്യൂ. ജോബ് ഇന്റർവ്യൂവിൽ ഐ തിങ്ക് നമുക്കൊരു കൺവെർസേഷൻ നടത്താം. സോ ആരാണ് റെഡി ആയിട്ട് വരിക? എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ തരുമോ? ഒരാള് എന്നായിട്ടൊരു കൺവെർസേഷൻ റെഡി ആവുമോ? സോ ഷെഹ്ന റെഡി ആണോ? ഷെഹ്ന ഇതിന് വന്നതാണോ? ഷെഹ്ന ഹായ് അയച്ചത് അതിനായിരുന്നോ? ഷെഹ്ന, is it for the conversation? Is it for the role playing, Shehna? Yes. Okay. 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 I'll unmute you. Okay, Shehna. So get ready for a. Okay, ഷെഹ്നക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. Okay, ma'am, I am ready. I'm Shehna It's Shukur totally coming fine. from. Okay. Please introduce yourself. I'm Shehna Shukur coming from Nedumangad. I'm still working as a manager in Max Value Trades and Investment. I try to here to be overcome my degree graduation. Okay. So you can tell I'm here to complete my graduation. Undergraduate degree. Okay. In BA ആണോ MA ആണോ ചെയ്യുന്നത്? ഏതാണ്? BA. BA. So you can tell I'm here to complete my degree, undergraduation എന്ന് പറയാം. Okay. Okay. So can you tell me? Okay. Imagine Shia, this is the post for a teacher. This is the post for a teacher. Okay. So tell me, what are your strengths to become a good teacher? Okay, ma'am. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ടെൻസ്ഡ് ആവണം. I am confused about how can I start. ഓക്കെ. അപ്പൊ എന്താണ് ഫസ്റ്റ് വേണ്ടത്? ഇവിടെ ഞാൻ ചോദിച്ചത് എന്താണ്? ഒരു ടീച്ചർ ആവാൻ അല്ലെങ്കിൽ എനിക്ക് ഒരു ടീച്ചറിന്റെ പൊസിഷന് ഷെഹ്നക്കുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അപ്പൊ എന്താണ് കോമൺ ആയിട്ട് ഒരു ടീച്ചറിന് വേണ്ട എബിലിറ്റീസ് എന്തൊക്കെയാണ്? നല്ല ടീച്ചിങ് കപ്പാസിറ്റി, ടീച്ചിങ് സ്കിൽസ് വേണം, എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ വേണം, കുട്ടികളുമായി ഡീൽ ചെയ്യാനുള്ള, ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ചിൽഡ്രൻ, കുട്ടികളായിട്ട് ഡീൽ ചെയ്യാന്നുള്ളത് ടോട്ടലി ഒരു ഡിഫറെന്റ് സ്കില്ലാണ്. സോ ഒരു ടീച്ചറിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്ന് ആലോചിക്കാം. അതിൽ ഷെഹ്നക്കുള്ള സ്കിൽസ് ഏതൊക്കെയാണ് എന്ന് നോക്കുക, അത് പറയുക. The skills that make me apt എന്നാൽ എന്നെ ഇതിന് കറക്റ്റ് മാച്ച് ആക്കുന്ന, അല്ലെങ്കിൽ that make me appropriate for this post are എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. The skills that make me apt അല്ലെങ്കിൽ appropriate for this post are എന്ന് പറഞ്ഞിട്ട് 2-3 സ്കിൽസ് പറയാം. I have ability to communicate with students. Okay, and I am more ടെൻഷൻ ആവുന്നു. എന്തിനാ ടെൻഷൻ ആവുന്നത്? നമ്മൾ പഠിക്കുന്ന സ്ഥലമാണ്. ഇവിടെ തെറ്റ് പറ്റിയാലും ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഇവിടെ എല്ലാവരും പഠിക്കുന്നവരാണ്. എന്താ ഷെഹ്ന പറയാൻ ട്രൈ ചെയ്യുന്നത്? ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്താന്ന് പറഞ്ഞോളൂ, ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്കൊന്നും വരുന്നില്ല, അതാ പ്രശ്നം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. എനിവേ, ഇങ്ങനൊരു കൺവെർസേഷൻ റെഡി ആയതിന് ആ കോൺഫിഡൻസിന് തന്നെ ഐ എം വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു ഷെഹ്ന. സോ ഈ ഒരു ഇന്റർവ്യൂ കൺവെർസേഷൻ ഞാൻ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് തരാം. സോ നിങ്ങൾ ഏത് പോസ്റ്റിനാവട്ടെ, ഏതൊരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളെ ഈ ഒരു പോസ്റ്റിന് ആപ്റ്റ് ആക്കുന്ന നിങ്ങളുടെ സ്കിൽസ് എന്താണ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളത്. സോ അപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ആ ഒരു പൊസിഷന് വേണ്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആണ്, അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ് എന്ന് ആലോചിക്കുക. അതിൽ നിങ്ങൾക്കുള്ളത് ഏതാണ് എന്ന് മനസ്സിലാക്കുക, അത് പറയുക. My strengths that makes me apt for this position are this and this. Okay, that is, for example, ഒരു ടീച്ചറിന്റെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ my strengths that make me apt for the position of a teacher is updated, അല്ലെങ്കിൽ you can say updated teaching skills, effective communication,
ടെക്നിക്സ് ടു ഡീൽ വിത്ത് ചിൽഡ്രൻ എഫക്റ്റീവ്ലി, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, കാഷ്വൽ കൺവെർസേഷൻ വിത്ത് യുവർ ഫ്രണ്ട്, അത് നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു റോൾ പ്ലേയിങ് നിങ്ങൾ തന്നെ ഒന്ന് എന്താണ് മറ്റൊരാൾ പോലെ ഇമാജിൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു റോൾ പ്ലേയിങ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് വർക്ക്ഷോപ്പ്. ഒരു കുഞ്ഞു വർക്ക്ഷോപ്പ് ആണ്. നമ്മൾ ഇത്രയും നേരം ഈ ഒരു ജേർണൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. സോ പലരും ഇതുവരെ ജേർണൽ ചെയ്യാത്തവരാണ്. സോ ഈ ഒരു ജേർണൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ജേർണലിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു 11 ടെക്നിക്സ് പറയുന്നുണ്ട്. ജേർണലിംഗ് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നതല്ല, മറിച്ച് ഇതൊക്കെ നമുക്ക് ജേർണലിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ടെക്നിക്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഡെയിലി ഒരു ടൈം കീപ്പ് അപ്പ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ബിഫോർ ബെഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ യു വേക്ക് അപ്പ്, അല്ലെങ്കിൽ അധികം ആൾക്കാരും ലഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടാവും. സോ ഡെയിലി ഒരു പെർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്താൽ നന്നാവും. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, ഇതുവരെ അങ്ങനെ അധികം എഴുതാത്ത, എഴുത്തുമായി വലിയ ബന്ധമില്ലാത്ത, ഇതുവരെ ഒരു ഡയറിയോ ലെറ്ററോ ജേർണലിങ്ങോ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ, ദ വെരി ഈസി ടെക്നിക് ഫോർ ഓൾ ഓഫ് യു ഇസ് ഫ്രീ റൈറ്റിംഗ്. ഫ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തും എഴുതാം. ദാറ്റ് ഇസ്, ഞാൻ സ്ക്രീനിൽ എഴുതിയേക്കുന്ന സെന്റൻസുകൾ ഞാൻ പറയുന്നതിന് കൂടെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട് കേട്ടോ. ആൻഡ് അതിൽ ഏതെങ്കിലും വേർഡോ സെന്റൻസോ മനസ്സിലാക്കാത്തതുണ്ട് എങ്കിൽ അത് പറയുക. സോ ഫ്രീ റൈറ്റിംഗിൽ എന്താ പറയുന്നത്? റൈറ്റ് ഫോർ 8 to 10 minutes അബൌട്ട് എനിത്തിങ്. എന്തിനെ കുറിച്ചും ആവാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ രാത്രി ഒരു ബിരിയാണി കഴിച്ചു വന്നിരുന്നാവാം ആ ജേർണൽ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൈൻഡിൽ നിൽക്കുന്ന ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ചിലപ്പോൾ ഒരു മൂവി കഴിഞ്ഞു വന്നതായിരിക്കാം, ആ മൂവിയെ കുറിച്ച് എഴുതാം. ഒരു 10 minutes ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എഴുതുക. എന്തിനെ കുറിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണോ വരുന്നത് അത്. സിംപ്ലി ഫോളോ യുവർ തോട്ട്സ്. അതായത് നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എന്താണോ അത് എത്ര പൊട്ടത്തരാണ് എന്നുണ്ടെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ ജേർണൽ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു സാധനമാക്കാതെ പ്രൈവറ്റ് ആയി വെക്കുന്ന ഒരു സാധനമാക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എന്തൊരു ചിന്തകളും എഴുതാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജേർണലിനെ കാണുക. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് എഴുതാൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് എഴുതി വെക്കുക. എനിക്ക് ഇന്ന് എഴുതാൻ ഒന്നും കിട്ടുന്നില്ല, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ടു റൈറ്റ് എന്ന രീതിയിൽ തന്നെ എഴുതി തുടങ്ങുക. അതാണ് ഫ്രീ റൈറ്റിംഗ്. ഇന്നതിനെ കുറിച്ച് എഴുതുക എന്നില്ല, എന്താണോ മനസ്സിൽ വരുന്നത് അത് എഴുതുക. ഓക്കെ, ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല ടെക്നിക്കാണ് ഫ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തൊരു ചിന്തയാവട്ടെ, ഇമോഷൻ ആവട്ടെ, മറ്റുള്ള ഒരാളെ കുറിച്ചാവട്ടെ, എന്തും എഴുതാം. സെക്കൻഡ് വൺ ഇസ് ഡയലോഗിങ്. ഡയലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ റോൾ പ്ലേയിങ് ചെയ്തില്ലായിരുന്നോ, അതുപോലെയാണ് ഡയലോഗ്. എന്താണ്? A journal dialogue is a two-way conversation in which you write both parts. രണ്ട് പാർട്സും നിങ്ങൾ തന്നെയാണ് എഴുതുക. ഫോർ എക്സാമ്പിൾ, അത് നിങ്ങളും നിങ്ങളുടെ ഒരു പാരന്റും തമ്മിലുള്ള കൺവെർസേഷൻ ആവാം. ഓക്കെ, സോ ഡയലോഗിങ് എന്ന് പറയുന്നത് എന്താണ്? റോൾ പ്ലേയിങ് തന്നെയാണ്, പക്ഷെ നമ്മൾ പറയുകയല്ല, മറിച്ച് എഴുതുകയാണ്. എന്താണ്? ദിസ് ക്യാൻ ബി എ ഡയലോഗ് ബിറ്റ്വീൻ യുവർ സെൽഫ് ആൻഡ് അനദർ പേഴ്സൺ ഓർ യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാവാം. അതായത് എങ്ങനെ? നമ്മൾ നമ്മളുടെ ഒരു പാസ്റ്റ് സെൽഫിനോട്, മുമ്പത്തെ നമ്മളോട്, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമത്തിലൂടെയൊക്കെ കടന്നുപോയി ഇപ്പൊ നല്ലൊരു സ്റ്റേറ്റിൽ എത്തിയാൽ ആ പഴയ നമ്മളോട് വർത്താനം പറയുന്നത് പോലെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ സെൽഫിനോട്. അപ്പൊ എന്താണ്? രണ്ട് ക്യാരക്ടേഴ്സ് ആയില്ലേ? ഒന്ന് നമ്മളുടെ കറന്റ് സെൽഫും ഒന്ന് നമ്മുടെ ഫ്യൂച്ചർ സെൽഫും. ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയൊക്കെ ആവണം എന്നുള്ള ഒരു ഫ്യൂച്ചർ സെൽഫിനോട് സംസാരിക്കുന്നത് പോലെ. അതുപോലെ ഈ ഡയലോഗിങ് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരൊക്കെ സ്വന്തം ബോഡി പാർട്സുമായി കൺവേഴ്സ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും എന്താണ് വയറുവേദനയോ കാലുവേദനയോ കാല് ഫ്രാക്ചർ ആയവരൊക്കെ ഉണ്ടെങ്കിൽ കാലിനെ ഒരു ക്യാരക്ടറായി കണക്കാക്കുകയും ആ കാലിനോട് സംസാരിക്കുന്നത് പോലെ, എന്റെ കാലേ നീ പെട്ടെന്ന് ഓക്കെ ആവണേ, പ്ലീസ് ഹീൽ ഫാസ്റ്റ്, വി നീഡ് ടു വാക്ക്, വി നീഡ് ടു റൺ എന്ന രീതിയിൽ ആ കാലിനോട് സംസാരിക്കുന്നത് പോലെ. ഓക്കെ, സോ ഈ ഡയലോഗിങ് എന്നത് വ്യക്തികളോട് തന്നെ ആവണം എന്നില്ല. നമ്മളോടാവാം, മറ്റൊരാളോടാവാം, നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിനോടാവാം. പിന്നെ ഈ ഡയലോഗ് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. നമ്മുടെ പാരന്റ്സിന്റെ അടുത്തോ പാർട്ട്നേഴ്സിന്റെ അടുത്തോ പറയാൻ ആഗ്രഹമുള്ള
കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്താണ്, മറ്റ് ചില കാരണങ്ങളാൽ നമുക്ക് പറയാൻ കഴിയാത്തതുണ്ടാവാം. അത്തരത്തിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ഡയലോഗിങ് എന്ന ഒരു ടെക്നിക്കിലൂടെ നമ്മൾ ജേർണലിൽ എഴുതാണ് എങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഒരു വെന്റിലേറ്റിംഗ് കൂടിയാണ് ഈ ഒരു ഡയലോഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്കോ ഒരു യെസ്സോ എന്തെങ്കിലും ഒരു റിപ്ലൈ. യെസ്, ഓക്കെ. തേർഡ് പോയിന്റ് ഇസ് ലിസ്റ്റ് മേക്കിംഗ്. ലിസ്റ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എഴുതാൻ അധികം വലിച്ചു നീട്ടി എഴുതാൻ സാധിക്കാത്തവർക്കൊക്കെ വളരെ നല്ലൊരു പോയിന്റ് ആയിട്ടുള്ളതാണ് ലിസ്റ്റ് മേക്കിംഗ്. ലിസ്റ്റുകൾ ഉണ്ടാക്കുക. ഓരോ കാര്യത്തിനും എന്തൊക്കെ ദുസ്വഭാവങ്ങളാണ് എന്നിൽ നിന്ന് മാറ്റേണ്ടത്, ലിസ്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടത്, ലിസ്റ്റ് ഉണ്ടാക്കുക. കടയിൽ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത് എന്ന് നമ്മൾ മറക്കാതിരിക്കാൻ ലിസ്റ്റ് ഉണ്ടാക്കില്ലേ? അതേ സിമിലർ ആയിട്ട് എന്താണ് നമ്മൾ ലിസ്റ്റുകൾ ഉണ്ടാക്കുക. അത് എന്തിനെ കുറിച്ചും ആവാം. നമ്മൾ മീറ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് ആവാം, നമ്മൾ അക്കംപ്ലിഷ് ചെയ്യേണ്ട നമ്മളുടെ ഡ്രീംസിന്റെ ലിസ്റ്റ് ആവാം. ഓക്കെ, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കുക. അപ്പൊ ഈ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്ന എന്താണ്, നമ്മളുടെ തന്നെ തോട്ട്സിനെ ക്ലാരിഫൈ ചെയ്യാൻ സഹായിക്കും. അതുപോലെ നമ്മൾ മറന്നു കിടക്കുന്ന സാധനങ്ങളെയൊക്കെ പൊടി തട്ടി ആ ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, അതായത് ഇൻഫർമേഷൻസ് ക്വിക്ക് ആയിട്ട് ഗ്യാദർ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് 5 പേരെ മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ 5 പേരെ വിളിക്കണം എന്ന് ഓർത്തു. അതിൽ ഒരാളെ നമ്മൾ കുറെ കാലമായി വിളിച്ചിട്ട്, അതുകൊണ്ട് എന്താണ് നമ്മൾക്ക് മറക്കാൻ സാധ്യത കൂടുതലാണ് അല്ലെ? പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ലിസ്റ്റ് ആക്കി എഴുതി വെക്കുമ്പോ എന്താണ്, നമ്മളത് മറക്കില്ല. നമ്മുടെ ഐഡിയാസിനെ കുറിച്ചും നമ്മളുടെ തോട്ട്സിനെ കുറിച്ചും നമുക്കത് കൂടുതൽ ക്ലാരിറ്റി തരും. തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? തേർഡ് ടെക്നിക്ക്, ഇതൊക്കെ ഓരോ ടെക്നിക്കുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് പെർസ്പെക്റ്റീവ്സ്. നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നതാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എന്റെ പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഞാൻ ആ കാര്യത്തെ നോക്കി കാണുന്നത് ഇങ്ങനെയാണ്, അതാണ് എന്റെ പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ അതാണ് എന്റെ ചിന്താഗതി എന്ന് പറയുന്നത്. സോ ജേർണലിംഗില് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണ്, നമ്മളുടെ ഫ്യൂച്ചറിൽ നിന്ന് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണും എന്ന് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റും. പാസ്റ്റിൽ നമ്മൾ എങ്ങനെയായിരുന്നു ഒരു കാര്യത്തെ നോക്കി കണ്ടിരുന്നത്, പാസ്റ്റിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് എന്തായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നില്ല. ഇപ്പൊ ഒരുപാട് പേരുണ്ട് എന്താണ് മുന്നേ സ്റ്റഡീസ് നിർത്തിയിട്ട് ഇപ്പൊ വീണ്ടും പഠനത്തിലേക്ക് വന്നവര്. എന്താണ്, പേഴ്സ്പെക്റ്റീവിൽ മാറ്റം വന്നു. പഠിച്ചാൽ നമുക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും, പഠിച്ചാൽ എന്നെ അത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടായത് കൊണ്ട് വന്നവരല്ലേ. ഓക്കെ, സോ ഈ പേഴ്സ്പെക്റ്റീവ്സ് മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന്, ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ടൊരു തല്ലുപിടുത്തം അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായി. അപ്പൊ ഈ പേഴ്സ്പെക്റ്റീവ്സ് മാറ്റി, അതായത് അയാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാര്യം എഴുതാം. അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയാണ്. സോ എന്താണ്, നമുക്ക് നമ്മുടെ ഒരുപാട് വാക്ക് തർക്കങ്ങളെയൊക്കെ ഒഴിവാക്കാനും കൂടുതൽ എംപത്തറ്റിക് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. സോ മറ്റുള്ളവർ എങ്ങനെ കാര്യങ്ങൾ നോക്കി കാണുന്നു എന്നതും കൂടെ നമ്മുടെ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന ടെക്നിക്കിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കുറച്ചും കൂടെ സിംപത്തറ്റിക്കും എംപത്തറ്റിക് ആവാനൊക്കെ ഇത് സഹായിക്കും. നെക്സ്റ്റ് വൺ ഇസ് കോർ വാല്യൂസ്. നമ്മൾ എല്ലാവരും നമ്മുടെ ലൈഫിൽ കീപ്പ് അപ്പ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഫാമിലി, ജോയ്, ഫെയ്ത്ത്, ലവ് എന്നതൊക്കെ ആവാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കാം. ചിലർക്ക് എന്താണ് ജോബ്, എത്തിക്സ്, മൊറാലിറ്റി ആയിരിക്കാം. കുറച്ചു പേരുടെ എത്തിക്സ് എന്താണ്, ഓരോരുത്തരുടെ എത്തിക്സ് ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ എഴുതുന്നതിലെല്ലാം നമ്മുടെ ആ ഒരു കോർ വാല്യൂസ് കീപ്പ് അപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ്, അപ്പൊ നമ്മൾ നമ്മുടെ വാല്യൂസിലേക്ക് നോക്കുക. ഇത് എന്റെ മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ എന്റെ ഫെയ്ത്തിന് ചേർന്നതാണോ? ഇഫ് ഇറ്റ്സ് അഗെയിൻസ്റ്റ് യുവർ കോർ വാല്യൂസ് അത് ചെയ്യരുത്. ഓക്കെ, സോ നമ്മുടെ കോർ വാല്യൂസ് നമ്മൾ എന്താണ് എന്നതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോർ വാല്യൂസ് നമ്മൾ വളരെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ജേർണലിംഗിൽ അത് വിസിബിൾ ആക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങും നമുക്ക് നമ്മൾ എന്താണ് എന്നുള്ള ക്ലാരിറ്റിയിലും കൂടെ നമുക്ക് നമ്മൾ എന്താണ് എന്നുള്ളതിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ക്ലാരിറ്റി ഉണ്ടാക്കും. ഓക്കെ, കോർ വാല്യൂസ്. ഈ 5 ക്ലിയർ ആണോ? ഈ 5 ക്ലിയർ ആണോ? നമ്മൾ എല്ലാവരും കീപ്പ് അപ്പ് ചെയ്യുന്ന കോർ വാല്യൂസ് ഇല്ലേ, നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന വിശ്വാസങ്ങളെയാണ് കേട്ടോ ഈ കോർ വാല്യൂസ് എന്ന് പറയുന്നത്. 5 ടെക്നിക്സ് ക്ലിയർ
ക്ലിയർ അല്ലേ? 6 ടെക്നിക്സും കൂടെ നമുക്ക് നോക്കാനുണ്ട്. യെസ്, ക്ലിയർ. ഓക്കെ ഓക്കെ. ദെൻ അടുത്തതാണ് പേഴ്സണൽ മാനിഫെസ്റ്റോ. പേഴ്സണൽ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കോർ വാല്യൂസും കൂടെ ഒക്കെ ഈ പേഴ്സണൽ മാനിഫെസ്റ്റോയില് ഉൾപ്പെടും. നമ്മൾ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ്, ഈ ഒരു കോർ വാല്യൂസിനെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യുകയാണ് ഈ പേഴ്സണൽ മാനിഫെസ്റ്റോയിൽ. അതായത് വളരെ ഷോർട്ട് ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുക. പേഴ്സണൽ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് എൻകാപ്സുലേറ്റ്സ് ദ എസൻസ് ഓഫ് വാട്ട് ഡിഫൈൻസ് യു. നമ്മൾ എന്താണ് എന്ന് ഏറ്റവും ക്രിസ്പ് ആയിട്ട്, ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സണൽ മാനിഫെസ്റ്റോ. അതിൽ നമ്മൾ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മൾ കീപ്പപ്പ് ചെയ്യുന്ന വാല്യൂസ്, നമ്മളുടെ വിശ്വാസങ്ങള് എല്ലാം ഈ പേഴ്സണൽ മാനിഫെസ്റ്റോയിൽ ഉള്ളത്. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ്, അപ്പൊ നമ്മുടെ ഈ ഒരു ജേർണലിംഗിൽ എന്താണ്, ഒന്നും എഴുതാൻ കിട്ടാത്തപ്പോ അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ മാനിഫെസ്റ്റോ എക്സ്പ്രസ് ചെയ്യുക, നമ്മളെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മളുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസ് എന്താണ്, വിശ്വാസങ്ങൾ എന്താണ് എന്നതൊക്കെ പ്രൊജക്ട് ചെയ്ത് ജേർണലിംഗിൽ എഴുതുക. 7ാമത്തത് അൺസെന്റ് ലെറ്റർ. അത് ആ പേര് പറയുന്നത് പോലെ തന്നെ അയക്കാതെ എഴുതി വെക്കുന്ന ലെറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഡയലോഗിങ്ങുമായിട്ട് സിമിലർ ആണ്, ബട്ട് ഡിഫറെന്റ് ആണ്. ഡയലോഗ് എന്തായിരുന്നു? ഇതിൽ 2 ആൾക്കാരുണ്ട് അല്ലെ? നിങ്ങളും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗവും, നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്, നിങ്ങളും നിങ്ങളുടെ പാസ്റ്റ് സെൽഫും, അല്ലെങ്കിൽ നിങ്ങളും മറ്റൊരാളും. ബട്ട് അൺസെന്റ് ലെറ്ററിൽ എന്താണ്? ഇതുപോലെ തന്നെ, പക്ഷെ 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ മാത്രം മറ്റൊരാൾക്ക് എഴുതുകയാണ്. ഓക്കെ. അതും ഇതുപോലെ തന്നെ ഫ്യൂച്ചർ സെൽഫിനോടാവാം, പഴയ സെൽഫിനോടാവാം. ഒരുപാട് പേര് ജേർണലിംഗിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഒരിക്കലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ, കോണ്ടാക്ട് നഷ്ടപ്പെട്ട പഴയ എന്താണ് കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളോടാവാം, അല്ലെങ്കിൽ മരണപ്പെട്ട ആൾക്കാരെടുത്താവാം, നമ്മൾ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാവാം. അതൊക്കെ ഒരു അൺസെന്റ് ലെറ്റർ, അതായത് ഒരു കത്ത് രൂപത്തിൽ എഴുതി വെക്കുക. അതെന്താണ്? നമ്മളുടെ ഫീലിങ്സിന് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കുകയും നമ്മൾ ആ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, അതിനെ ഒരു പരിധി വരെയൊക്കെ അതിനെ റിസോൾവ് ചെയ്യാനും ഈ ഒരു അൺസെന്റ് ലെറ്റർ നമ്മുടെ ഉള്ളിൽ നമുക്ക് മറ്റൊരാളോട് പറയാനുണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒരു ലെറ്റർ ഫോമിൽ എഴുതി വെക്കുക. പക്ഷെ എന്താണ്, നമ്മൾ ആ കത്ത് ആർക്കും അയക്കുന്നില്ല എന്നുള്ളൊരു സംഗതി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് മറ്റൊരു വ്യക്തി തന്നെ ആവണമെന്നില്ല. നമ്മുടെ പഴയ സെൽഫ് ആവാം, ഫ്യൂച്ചർ സെൽഫ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ക്യാരക്ടർ വരെ ആവാം. ഓക്കെ. നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ആൾക്കാരെ കുറിച്ച് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുക. അത് നമ്മളെ കുറിച്ച് തന്നെയാവാം. ഞാൻ ഇങ്ങനെ രീതിയിലുള്ള ഒരു ആളാണ്. ആരെങ്കിലും എന്റെ സാധനങ്ങൾ മാറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ വളരെയധികം ദേഷ്യം വരും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പുസ്തകം എന്റെ ടേബിളിന്റെ മുകളിൽ വെച്ചു. അത് എന്റെ അനിയൻ വന്ന് മാറ്റിയെടുത്ത് വെച്ചു. ഞാൻ അവനെ തല്ലി. അങ്ങനെ നമ്മളുടെ ക്യാരക്ടറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. സോ ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നതിലൂടെ എന്താണ് സംഭവിക്കുക? നമ്മൾക്ക് നമ്മളുടെ നല്ല ബിഹേവിയേഴ്സ് എന്താണ്, ചീത്ത ബിഹേവിയേഴ്സ് എന്താണ്, മാറ്റേണ്ടത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. സോ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോ മറ്റൊരാളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതാവാം, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെയാവാം. മറ്റൊരാളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ എന്തായിരിക്കാം? അവരിൽ നിന്നും നമ്മൾ അതായത് നമ്മൾ മറ്റൊരാൾ നല്ല സ്വഭാവം ചെയ്ത് കാണുമ്പോൾ നമ്മളും പലപ്പോഴും ആഗ്രഹിക്കില്ല അവരെ പോലെ ആവണം, അവരിലുള്ള ഒരു നല്ല സ്വഭാവം. സോ ഈ ക്യാരക്ടർ സ്കെച്ചുകൾ എഴുതുമ്പോൾ നമ്മുടെ ബിഹേവിയേഴ്സും തോട്ട്സ് ഒക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. 9th വൺ ഇസ് ക്യാപ്ചേർഡ് മൊമെന്റ്. ക്യാപ്ചേർഡ് മൊമെന്റ് എന്ന് പറയുന്നതാണ് ഒരു വീഡിയോ ക്ലിപ്പിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നത് പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് മൊമെന്റ്സ് എഴുതുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട് സർപ്രൈസ് ചെയ്തു. സോ നിങ്ങൾ ആ ഒരു മൊമെന്റിനെ വളരെ വിവിഡ് ആയിട്ട്, വളരെ വൈഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ, at 9 a.m. someone rang the bell. I didn't know who it might be. I just opened the door and I was amazed. I was surprised to see my childhood friend. It was a beautiful, pretty girl in a red color gown right in front of my door to surprise me on my birthday. അങ്ങനെ വളരെ നമ്മളൊരു വീഡിയോ കാണുന്നത് പോലെ ഓരോ ചലനങ്ങളും, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും. ക്യാരക്ടർ സ്കെച്ച് ആൾക്കാരുടെ സ്വഭാവത്തെ കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരാളെ കുറിച്ചായിരുന്നു.
ക്യാപ്ചേർഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഈവെന്റിനെ കുറിച്ചോ ഒരു മൊമെന്റിനെ കുറിച്ചോ നമ്മൾ വളരെ വിവിഡ് ആയിട്ട് എഴുതുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് റൈറ്റിംഗ് പ്രോംപ്റ്റ്. റൈറ്റിംഗ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ജേർണലിംഗ് എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് ഒരു 2 വരിയെങ്കിലും നിങ്ങളുടെ ജേർണലിൽ എഴുതായി അതൊരു ഹാബിറ്റ് ആവുകയാണെങ്കിൽ വെരി ഗുഡ്. സോ ഈ റൈറ്റിംഗ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും എഴുതാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ ഒരു പ്രോംപ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ദാറ്റ് ഈസ് വാട്ട് ഡു ഐ നീഡ് ടുഡേ, വാട്ട് ഡസ് മൈ ഹാർട്ട് സേ, അതായത് ഇന്ന് എന്റെ മനസ്സിലുള്ളത് എന്താണ്, എനിക്ക് ഇന്ന് വേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഞാൻ നാളെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഒന്നും എഴുതാൻ കിട്ടാത്ത ദിവസങ്ങളിൽ ഈ പ്രോംപ്റ്റ്, ഈ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ അന്നത്തെ ജേർണലിൽ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള റൈറ്റിംഗ് പ്രോംപ്റ്റ്സ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സോ ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോ പ്രോംപ്റ്റ് ചെയ്യുക എന്നതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ഇപ്പൊ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പൂവിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ ഫ്ലവർ എന്ന് ഹെൽപ്പ് ചെയ്യില്ലേ? ആ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അവരെ പറയാൻ സഹായിക്കുകയാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ഈ പ്രോംപ്റ്റിംഗ് എന്ന് പറയുക. സോ നമ്മളെ തന്നെ എഴുതാൻ സഹായിക്കുന്നതിനെയാണ് നമ്മളിവിടെ പ്രോംപ്റ്റ്, റൈറ്റിംഗ് പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Then the last one and very important is gratitude. പലരും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ജേർണൽ കീപ്പ് അപ്പ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി കാണിക്കുക, അല്ലെ? സോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മറ്റൊരു ജേർണൽ ആയിട്ട് നിങ്ങൾ കീപ്പ് അപ്പ് ചെയ്യണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ ഡെയിലി ജേർണലിങ്ങിൽ നിങ്ങൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു എലമെന്റ് എന്തായാലും കീപ്പ് അപ്പ് ചെയ്യുക. അത് എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മളുടെ ലൈഫിൽ എന്നും ഒരുപാട് ഡെയിലി നടക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെ? കാരണം എന്താണ്? ഡെയിലി നടന്നു പോകുന്നതായതുകൊണ്ട്. നമ്മൾ ഡെയിലി 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങാൻ നല്ല ബെഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഡെയിലി ഇരുന്ന് TV കാണുന്നുണ്ടാവും, ഫാമിലി ആയിട്ട് നല്ല നേരം ചെലവഴിക്കുന്നുണ്ടാവാം. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ നന്ദി കാണിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെ? സോ നിങ്ങൾ ഡെയിലി ഓർത്തെടുത്ത് ഒരു മിനിമം 5 കാര്യങ്ങൾ നിങ്ങൾ നന്ദി പറയുക. 5 കാര്യങ്ങൾ, എന്റെ ലൈഫിൽ ഇന്ന 5 കാര്യങ്ങൾക്ക് ഞാനിത് നന്ദി പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും 5 കാര്യങ്ങൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം മൊത്തം ടു ബി താങ്ക്ഫുൾ, എക്സാക്ട്ലി താങ്ക്ഫുൾ ആവുക. നിങ്ങൾക്ക് എന്താണ്? ദൈവത്തിനോട് നന്ദി പറയുന്നത് പോലെ ആവാം, നിങ്ങളുടെ ലൈഫിനോട് നന്ദി പറയുന്നത് പോലെ ആവാം, അത് നിങ്ങളുടെ വിശ്വാസങ്ങൾ അനുസരിച്ചാവാം. ഓക്കെ, സോ മിനിമം 5 തിങ്സ് ഓക്കെ അബൌട്ട് യുവർ ഡേ നിങ്ങൾ ഓർത്തെടുക്കുക. ഈവൻ ഇഫ് യു ഹാഡ് എ ബാഡ് ഡേ, നിങ്ങൾക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയ ഒരു ഡേ ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾ അന്ന് ഒരു മീലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ടു ബി താങ്ക്ഫുൾ ഫോർ. അതെങ്കിലും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു 11 ടെക്നിക്സിൽ ഈ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ജേർണലിംഗ് ഇതുവരെ ചെയ്യാത്തവരായിരിക്കും ഇവിടെ മിക്കവാറും പേരുണ്ടാവുക. സോ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ആൻഡ് നമ്മുടെ ഇവിടെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇംഗ്ലീഷ് പഠിക്കുക എന്നതായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ജേർണലിംഗ് ചെയ്യാം. ഓക്കെ, കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ലൈഫിൽ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ഒരു ലൈഫ് സാറ്റിസ്ഫാക്ഷനെയാണ് കേട്ടോ നമ്മള് കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിയാണ്. ക്വിക്ക് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ? ഓക്കെ, സോ ഐ ഹോപ്പ് ദർ ഇസ് നോ ഡൗട്ട്സ്. ഓക്കെ, താങ്ക് യു ഓൾ സോ മച്ച്. ആൻഡ് നമ്മളൊരു ന്യൂ ഇയർ ഒക്കെ തുടങ്ങി നിൽക്കുകയാണ്. എല്ലാവരും മാക്സിമം ഈ ഒരു കൊല്ലത്തെ റെസൊല്യൂഷൻ ആയിട്ട് ഇതുവരെ ഒരു റെസൊല്യൂഷൻ ഇല്ലാത്തവർ കീപ്പ് അപ്പ് ചെയ്യുക. ഈ ഒരു ഇയർ കൊണ്ട് ഇംഗ്ലീഷ് അടിപൊളിയാക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യന്റ് ആവും എന്നുള്ളൊരു റെസൊല്യൂഷൻ എടുക്കുക. ആൻഡ് ഡെയിലി ടാസ്കുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പ്ലീസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്ഷൻസ് ഓൺ ലേണിംഗ് ജേർണി, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലോറിംഗ് ഫ്യൂച്ചർ ലേണിംഗ് പാത്വേസ് ആൻഡ് ഷെയറിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീക്ക് ലൈവ് സെഷനിൽ നോക്കുന്നത്. സോ വിത്ത് ദാറ്റ്, താങ്ക് യു ഓൾ സോ മച്ച്. See you all next week.